നിങ്ങളുടെ വിവാഹം എപ്പോൾ നടക്കും? ആ സമയം എങ്ങനെ കണക്കാക്കാം? നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിവാഹം ജാതകവശാൽ എപ്പോഴാണ് നടക്കുന്നത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരാളുടെ ജാതകത്തിലെ വിവാഹ കാര്യം ചിന്തിക്കുമ്പോൾ പ്രധാനമായും ഏഴാം ഭാവാധിപൻ, അവിടെ നിൽക്കുന്ന ഗ്രഹം, അവിടെ നോക്കുന്ന ഗ്രഹം, വിവാഹകാരകനായ ശുക്രൻ എന്നീ ഗ്രഹങ്ങളെയെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. പ്രധാനമായും വിവാഹത്തിന് അനുകൂലമായ കാലഘട്ടങ്ങൾ കണക്കാക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഏഴാം ഭാവാധിപൻ, ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, നോക്കുന്ന ഗ്രഹം, ഏഴാം ഭാവാധിപൻ്റെ നവാംശക രാശിയാധിപൻ, ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയാധിപൻ, ചന്ദ്ര ശുക്രന്മാരിൽ ബലവാന്മാരുടെ ദശാപഹാരങ്ങൾ എന്നീ കാലഘട്ടങ്ങളിലും, രാഹുദശയിൽ വ്യാഴ അപഹാര കാലഘട്ടത്തിലും മറ്റു ഗ്രഹങ്ങളുടെ ദശകളിൽ ശുക്രൻ്റെയോ ചന്ദ്രൻ്റെയോ ദശാപഹാരങ്ങളും വിവാഹത്തിന് അനുകൂലമാണ്. അതുപോലെ തന്നെ രാഹുവും വിവാഹം നടത്തി കൊടുക്കുവാൻ അനുകൂലമായ ഗ്രഹമാണ്. അതോടൊപ്പം ഏഴാം ഭാവാധിപൻ്റെ നവാംശക രാശ്യാധിപൻ്റെ കേന്ദ്ര ത്രികോണങ്ങളിൽ വ്യാഴം ഗോചരത്തിൽ വരുമ്പോൾ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും വ്യാഴം കേന്ദ്ര ത്രികോണങ്ങളിൽ ഗോചരത്തിൽ വരുമ്പോഴും ഒക്കെ വിവാഹത്തിന് അനുകൂലമായ കാലഘട്ടങ്ങളാണ്. എന്നാൽ പാപഗ്രഹങ്ങളായ സൂര്യൻ, രാഹു, ശനി എന്നീ ഗ്രഹങ്ങൾ ലഗ്നാൽ എഴുന്നേൽക്കുക, ചന്ദ്രാൽ എഴുന്നേൽക്കുക, ശുക്രാൽ എഴുന്നേൽക്കുക തുടങ്ങിയ അവസ്ഥകൾ ജാതകത്തിലുണ്ടെങ്കിൽ അത് വിവാഹം വളരെ നീണ്ടുപോകുന്നതിന് കാരണമായി തീരും. എന്നാൽ ഏഴാം ഭാവത്തിലോ ചന്ദ്രാലോ ശുക്രാലോ ഏഴിലോ പാപഗ്രഹങ്ങളോ മറ്റ് അനിഷ്ടഗ്രഹങ്ങളോ അനിഷ്ടസ്ഥിതിയോ ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിവാഹം യഥാകാലത്ത് തന്നെ നടക്കുകയാണ്. അതോടൊപ്പം ഏഴാം ഭാവാധിപൻ ബലവാനായി ഇഷ്ടഭാവങ്ങളിൽ അനുകൂല ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിലും വിവാഹം യഥാകാലത്ത് തന്നെ നടക്കുന്നതാണ്. ഓരോ ജാതകങ്ങളും വ്യത്യസ്തമായ അവസ്ഥകളാണുള്ളത്. വിവാഹകാലം കണ്ടെത്തുന്നതിനെ പറ്റി ധാരാളം നിയമങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും അതിൽ പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരുടെ ജാതകം അനുസരിച്ചും ഇതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇത് അറേഞ്ച്ഡ് മാരേജിനുള്ള ഒരു കാലഘട്ടം കണക്കാക്കുന്നതിനുള്ള യോഗമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രണയ വിവാഹങ്ങൾക്ക് മറ്റു പല കണ്ടീഷനുകളും പല നിയമങ്ങളും പറയപ്പെടുന്നു. ഏഴാം ഭാവാധിപൻ്റെ രാശിദിക്കോ, ഏഴാം ഭാവാധിപൻ അംശിച്ച രാശിദിക്കോ, ഏഴാം ഭാവാധിപൻ്റെ നവാംശക രാശ്യാധിപൻ്റെ പറയപ്പെട്ട രാശിദിക്കിൽ നിന്നോ വിവാഹം വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഏഴാം ഭാവാധിപൻ്റെ അംശകാധിപൻ്റെ നക്ഷത്രങ്ങൾ 3 ഏതെങ്കിലും വധുവിൻ്റെ നക്ഷത്രമായി വരാനും സാധ്യത വളരെ കൂടുതലാണ്. ഏഴാം ഭാവാധിപൻ 10 നിൽക്കുക, 10ാം ഭാവാധിപൻ 7 നിൽക്കുക തുടങ്ങിയ ജാതക യോഗങ്ങളിൽ തൊഴിൽപരമായോ മറ്റോ മുൻപരിചയമുള്ള ആളിനെ വിവാഹം കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 5ാം ഭാവാധിപൻ 7 നിൽക്കുക, 7ാം ഭാവാധിപൻ 5 നിൽക്കുക തുടങ്ങിയ ചില ഗ്രഹാവസ്ഥകളിൽ പ്രണയിച്ച് വിവാഹം കഴിക്കാനുള്ള സാധ്യതകളും പറയപ്പെടാം. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.